ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണെ? ഓഹോ കണ്ണേ എൻ കണ്ണേ, നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ? ഈ സന്തോഷ ദിവസത്തിൽ ഞാൻ എൻ്റെ ക്ലാരയോട് ഇതെങ്ങനെ പറയും? മൈ ക്ലാര. മൈക്കിൾ ആരാ? ആരാ മൈക്കിൾ? മൈക്കിൾ ആരാന്നല്ല, മൈ ക്ലാര, എന്റെ ക്ലാര. അങ്ങനെ ക്ലാര, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പിന്നെ അത് എനിക്ക് അറിഞ്ഞുകൂടെ? കപ്പത്തോട്ടത്തിൽ നിന്ന് നമ്മളെ പൊക്കിയിട്ട് ഇന്ന് 7 വർഷമാകുന്നു. ക്ലാര, ഇന്ന് നമ്മുടെ 7th വെഡിങ് ആനിവേഴ്സറി. ഇത് ആഘോഷിക്കാനാണ് നമ്മൾ അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊക്കെ അറിയായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് സാധാരണ 2 years ആകുമ്പോ തന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഡിവോഴ്സ് ആകുന്നു. ബട്ട് നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 7 years ആയിരിക്കുന്നു. ഇതുവരെ നമുക്കിടയിൽ ഒരു പ്രോബ്ലംസും ഇല്ല. എന്താ ഫ്രെഡി അതിന് കാരണം? കഴിഞ്ഞ 7 വർഷമായിട്ട് എന്റെ മൊബൈലിന്റെ പാസ്വേഡ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അത് തന്നെ കാരണം. പിന്നെ ക്ലാര, ഈ ദിവസം നിനക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അതെ, പക്ഷെ നീ അതെന്താണെന്ന് പറഞ്ഞാൽ നിനക്ക് ഞാനൊരു ഉഗ്രൻ സമ്മാനം തരും. എന്ത് സമ്മാനം? നീ പോലും അറിയാ നിനക്ക് മേടിച്ചിട്ടിരിക്കുന്ന ഈ കാറ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. എന്നാൽ എന്തായിരിക്കും അത്? ഫ്രെഡി, ഒരു ക്ലൂ തരുമോ? ജയറാം അഭിനയിച്ച ഇത് കാർ എന്ന സിനിമയിൽ അതിന്റെ ക്ലൂ ഉണ്ട്. നിന്റെ അച്ഛൻ ബുക്കിള് ജോണി. എടി, നിനക്ക് പറഞ്ഞ ഈ സർപ്രൈസിന്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. നിനക്ക് മേടിച്ചിട്ടിരിക്കുകയാണിത്. Clara, this car of you. This car, my car. Oh, so nice, Freddy. ഞാനും ഇന്നലെ കണ്ട വീഡിയോ പോസ്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പഴാ എന്റെ സൗണ്ട് കേൾക്കുന്നത്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ വാക്വം ക്ലീനറോ? ഹലോ, ഐ ആം സത്യശീലൻ ഫ്രം കായംകുളം. ഐ ആം ഫ്രെഡി ഫ്രം അമേരിക്കൻ ജംഗ്ഷൻ. അമേരിക്കൻ ജംഗ്ഷൻ. അമേരിക്ക? അതെ. നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിലാണ് വരുന്നത്? അതെ. പിന്നെ 20 years ആയിട്ട് ഞങ്ങൾ അമേരിക്കയിൽ സെറ്റിൽഡ് അല്ലേ? 20 വർഷമായി. അപ്പൊ ഈ ട്രംപിനെയൊക്കെ ഭയങ്കര പരിചയമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ എന്റെ രാധാണി കുഞ്ഞുമ്മയുടെ ഭർത്താവല്ലയോ ട്രംപ്. അങ്ങനെയാണെങ്കിൽ ആ ട്രംപിനോട് പറഞ്ഞിട്ട് ഇറാനുമായിട്ടുള്ള യുദ്ധമില്ലേ, ഒന്ന് കോംപ്രമൈസ് ചെയ്ത് തരാൻ പറ്റൂ? അതങ്ങനെ നിസ്സാര വിഷയമൊന്നുമല്ല. ഈ ഇറാൻ എന്റെ കുഞ്ഞുമ്മയുടെ പറമ്പിൽ കയറി 2 ഈറ വെട്ടി. അതിന്റെ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ യുദ്ധം അവിടെ നടക്കട്ടെ. ഇവിടുത്തെ യുദ്ധം നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. ഇതാണ് സാറിന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന 1 കോടി രൂപ വിലയുള്ള കാറ്. ശീലൻ, എനിക്ക് ഈ കാശെന്നൊക്കെ പറയുന്നത് വിഷയമല്ല. ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്. കുഴപ്പമില്ല സാറേ, വണ്ടിക്കകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, അതും വേണമെങ്കിൽ നോക്കി കണ്ടോളൂ. കണ്ടോളൂ, കുഴപ്പമില്ല. കോട്ടിട്ട പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കോട്ട് വിഴുങ്ങി ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട്. അതെ ഫ്രെഡി, എനിക്ക് ഈ കാർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫ്രെഡിക്ക് ഇഷ്ടമായോ? മണീനീച്ച പറന്നു പോകുന്ന പോലെയുണ്ട്. ആരോടാണ് സംസാരിച്ചത്? അല്ലെ, ഞാൻ എന്റെ മാനേജരോട് ഞാൻ സാറിനെ ഒന്ന് പൊക്കി അടിച്ചതാ. പൊക്കി അടിക്കാൻ ഞാനെന്താ ടിപ്പറോ? ഹലോ, കോട്ടയം വഴി മൂവാറ്റുപുഴ അപ്പുറത്തിന് വിട്ടോളൂ. ആരാ ഫ്രെഡി ഫോണില്? ആരുമല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ ടിപ്പറിന് വഴി പറഞ്ഞു കൊടുത്തതാ. മിസ്റ്റർ സത്യശീലൻ, അപ്പോ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് സത്യത്തിൽ ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് സാർ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വണ്ടി വേണ്ട. അതിനാ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടി നിർത്തത്തില്ല. അയ്യോ, അതല്ല പറഞ്ഞത്, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിനകത്താണോ PSC പരീക്ഷ നടക്കുന്നത്? അതിനങ്ങനെ പറഞ്ഞത് ഫുൾ ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അയ്യോ, അതല്ല, വളരെ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു തരൂ സത്യശീലൻ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹോണിന് സ്വല്പം ഓളിയക്കുറവുണ്ട്. അത് കുഴപ്പമില്ല സാർ, അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് ഇത്തിരി ഓളിയുള്ള ഒരു ഹോണ് ഞങ്ങളുടെ കമ്പനി പ്രത്യേകം ഇതിന്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യശീലൻ, ഒരു ഹോൺ ബാക്കിലും കൂടെ സെറ്റ് ചെയ്ത് കൂടെ? അതെന്തിനാ സാറേ ബാക്കിൽ ഹോൺ വെക്കുന്നത്? റിവേഴ്സ് എടുക്കുമ്പോ ഹോൺ വേണ്ടേ? അത് ഞാൻ മറന്നുപോയി കേട്ടോ. ഈ രണ്ടാമത്തെ ഫീച്ചർ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ലൈറ്റിന് സ്വല്പം വെട്ടക്കുറവുണ്ട്. കുഴപ്പമില്ല സാർ, അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് നല്ല വെളിച്ചമുള്ള 2 ഹെഡ്ലൈറ്റ് ആണ് ഞങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഒരെണ്ണം സാറിന് എക്സ്ട്രാ തരുകയും ചെയ്യും ഹെഡ്ലൈറ്റ്. എനിക്ക് ഇതിനെ റബ്ബർ വെട്ടാൻ പോകാനാണ്. അയ്യോ, ഒരെണ്ണം കേടായി കഴിഞ്ഞാൽ സാറിനെ ഫിറ്റ് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ ഫ്രണ്ടിൽ മാത്രമാക്കുന്നത് എന്തിന്? ഈ വണ്ടിയുടെ ചുറ്റിനും അങ്ങ് ഹെഡ്ലൈറ്റ് സ്ഥാപിക്കും.
സ്ഥാപിച്ചുകൂടെ? ഗുഡ് ഐഡിയ. എന്റെ പൊന്നു സാറേ, ചുറ്റിനും എന്തിനാണ് ഹെഡ്ലൈറ്റ് വെക്കുന്നത്? ക്ലാരയല്ലേ വണ്ടി ഓടിക്കുന്നത്. എങ്ങോട്ടൊക്കെ പോവോ, ആരുടെയൊക്കെ നെഞ്ചത്ത് കയറുമോ ആർക്കറിയാം. നാട്ടുകാർ വെട്ടം കണ്ടോടട്ടെ. അത് ശരിയല്ല. So funny, man. സണ്ണിയല്ല ഫ്രെഡി. ഏ? ഇതാണ് ഫണ്ണി. അതിനെക്കാട്ടി ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് സാർ തരാൻ പോകുന്നത്. സാർ ഈ കാർ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ 4 എയർ ബാഗ് സാറിന് ഫ്രീ ആയിട്ട് കിട്ടും. ഓ, 1 കോടി രൂപയുടെ വണ്ടിയിൽ വെറും എയർ നിറച്ച ബാഗുകളോ? ഫ്രെഡി, ആ എയർ മാറ്റി മറ്റെന്തെങ്കിലും സാധനം നിറച്ചു തരാൻ പറയൂ. എന്നാ സാറേ ഈ പറയുന്നത്? പറഞ്ഞത് മനസ്സിലായില്ല. ആ. ക്ലാര, ഈ എയർ ബാഗ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. വെരി ഗുഡ്. അതായത് ഇപ്പൊ ഈ വണ്ടി എവിടെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഈ എയർ ബാഗ് ഉപയോഗിച്ച് നമുക്ക് പാരച്ചൂട്ടായിട്ട് രക്ഷപ്പെടാം. മുക്കഴങ്ങ് എന്നാ പറയാനാ? അതൊന്നുമല്ല, ഇതിനെക്കാട്ടും വലിയ ഫീച്ചറാണ് അടുത്തത്. സാറേ, ഇതിന്റെ ശബ്ദം അകത്ത് നിന്ന് പുറത്തോട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇത് 2 സൈലൻസറാണ് ഞാൻ ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ 4 സൈലൻസർ ചെയ്യണം. അതെന്തിന്? സത്യശീലൻ അറിയാമോ, ഇവിടെ അലുപ്പുകാരൻ പണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ആറാച്ചണ്ടറിനകത്ത് അപ്പൊക്കൊണ്ടിരുന്നത്. ആരാച്ചാറ പണ്ടയ്ക്കോ? അയ്യോ, ആരാച്ചാരല്ല, RX-100 bike. അതെ, ഷാരൂഖ് ഖാന്റെ വണ്ടിയാണ്. അവിടെ നിൽക്കട്ടെ, അവിടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോണറ്റിന് തന്നെ 10 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഓഹോ, അപ്പൊ ഈ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ബോണറ്റ് മാത്രമേ മേടിക്കുന്നുള്ളൂ, ബാക്കി എനിക്ക് ഫ്രീ തരുവാ? ഈ 10 ലക്ഷം രൂപ വിലയുള്ള വണ്ടിക്കാണ് ഈ 1 കോടി രൂപ വില വന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, കാശ് എനിക്കൊരു വിഷയമല്ല. എന്റെ സ്വത്ത് എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയത്ത് പോലുമില്ല. സാറേ, അതിനൊക്കെ ഞാൻ അക്കൗണ്ടുമാരെ വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. എന്റെ ഭാഗ്യം. കോടീശ്വരനിക്ക് വന്നേ. പുറകിലാണ് സ്റ്റെപ്പിനി ഉള്ളത് കേട്ടോ. എടാ പോടാ അവിടെ, അതെന്റെ ഭാര്യ. അമേരിക്കയിലാണ് എനിക്ക് സ്റ്റെപ്പിനി ഉള്ളത്. അയ്യോ, അതല്ലേ പറഞ്ഞത്. ഈ കാറിന്റെ പുറകിലാണ് സ്റ്റെപ്പിനി ടയർ വെച്ചിരിക്കുന്നത് പറഞ്ഞത്. പിന്നെ ഫ്രെഡി, ഞാനൊരു കാര്യം പറയുന്നോണ്ട് ഫ്രെഡിക്കൊന്നും തോന്നരുത്. പറയൂ. അതായത് എന്റെ അച്ഛനെ ഈ കാറിന്റെ ഫ്രണ്ട് സീറ്റിലിരുത്തി എനിക്ക് ഹിമാലയത്തിലേക്കൊന്ന് പോകണം. എന്തിനാണ് ആ പാവം പിടിച്ചവനെ ബുദ്ധിമുട്ടാക്കുന്നത്? നമുക്ക് പകരം ഒരു മങ്കിച്ചണ്ട മേടിച്ച് ഫ്രണ്ടി തൂക്കിയിടാം. എന്തിന്? നിന്റെ അച്ഛന്റെ ചൈനാമൂക്കും ആ മങ്കിച്ചണ്ട ഒരുപോലെ ഇരിക്കുന്നത്. ഫ്രെഡി